ജോർജിയയിലൂടെ നടന്നുകൊണ്ടിരിക്കട്ടാ. പുറത്ത് നല്ല മഞ്ഞുമല. തനുവിന് മാത്രം ബിസിനസ് ക്ലാസ് ഇല്ല. ഇതുവരെയായിട്ടും മമ്മേനെ പിരിയാത്ത തനു മമ്മേനെ സീറ്റ് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പിരിഞ്ഞിരിക്കുന്നു. ഹലോ ഗൈസ്, മിൻഡി ഹാർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. നമ്മൾ നിൽക്കുന്നത് ഫുൾ ബാഗൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം. ബാഗും പെട്ടിയിൽ നിൽക്കുന്ന ഒരു ട്രിപ്പിലേക്കാണ്. ഒരു ട്രാവൽ വ്ളോഗ്. അതെ, ഒരു ട്രാവൽ വ്ളോഗ്. മുമ്പ് കുടിക്കാൻ വേണോ? തരാണ്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ജോർജിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഒരു 2-3 മാസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം ഇന്നാണ് ഗൈസ്. അപ്പോൾ എയർപോർട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് എത്തി. രാവിലെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ നല്ല തണുപ്പുണ്ട്, ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇനി അവിടെ ചിലപ്പോൾ എന്താവെന്ന് അറിയില്ല നമുക്ക്. അതെ, ഇവിടെ തന്നെ ഇന്നിപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 12 ഡിഗ്രി നമ്മൾ കണ്ടത് അല്ലേ. ഇനി നമ്മൾ ഒന്നുകൂടി മൈനസിലേക്ക് കിടക്കാൻ പോവാണ്. കണ്ടാ ഇവൻ ഇറക്കിയിട്ടുണ്ട്, കണക്കുണ്ടാ. അപ്പോൾ നമുക്ക് അബുദാബി എയർപോർട്ടിൽ നമ്മൾ ജസ്റ്റ് എത്തി. ഇനി നമുക്ക് ചെക്ക് ഇന്നും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് എയർപോർട്ടിൻ്റെ അകത്ത് കയറി ഇനി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം. ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൽ നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളൊരു ഫാമിലി ഫ്രണ്ട് കൂടി ഉണ്ട്. അവരിത് ബാക്കിൽ വന്നുകൊണ്ടിരിക്കണു. ഇതാട്ടോ നമ്മുടെ ഫുള്ള് ടീം. ഇതാണ് നമ്മുടെ അടുത്ത ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒരു ഗ്യാങ് ആയിട്ടാണ് പോണത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഇരുന്നിട്ട് വിശേഷങ്ങൾ പറയാം. അതെ തനു പിടിച്ചനെ ടാറ്റ പോവാണോ തനു? തനു ഒറ്റയ്ക്ക് ടാറ്റ പോവാ? ടാറ്റ പറഞ്ഞ ചട്ടിയും കല്ലൊക്കെ തട്ടാണ്ട് മുട്ടാണ്ട് നമ്മൾ കൊണ്ടുപോകില്ല. അതുപോലെ തനു കരയാണ്ടും പ്രശ്നമില്ലാണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി അവള് പറയണതൊക്കെ സാധിച്ചു കൊടുക്കാണ്. ട്രിപ്പ് കൊളാക്കും. തനു ഇവിടെ നോക്കിയേ, ഇത്ര പ്രശ്നക്കാരിയാണോ നീ? ഒരു തംസപ്പ് കൊടുത്തേ നോക്കൂ. ഇങ്ങനെ ഓക്കെ. തോമാശ കൂടെ സെറ്റാട്ടോ. തോമാശ ബാഗിലിരിക്ക ഇങ്ങനെ. തോമാച്ചന്റെ ഹെയർ സ്റ്റൈൽ നമ്മൾ സൂപ്പറാക്കി വെട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്ക തോമാച്ച, സ്റ്റൈലാക്ക്. ന്യൂ ഫാഷനാ? അതെ, സ്റ്റൈലായിട്ട് ഇരിക്കണത്. നമ്മള് ബോഡി മാസ് കിട്ടി. നമ്മള് വലിയ സംഭവ ബഹുലമായ ഘട്ടത്തിൽ കൂടെ കടന്നു പോയി എയർപോർട്ടിൽ വെച്ചിട്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ലഗേജും ഹാൻഡ് ബാഗേജും ഉണ്ടായിരുന്നല്ലോ. ഈ ഹാൻഡ് ബാഗേജ് നമ്മുടെ സൈസ്, പെട്ടിയുടെ സൈസ് ഇത്തിരി കൂടിയെന്ന് പറഞ്ഞിട്ട് അവരത് അലോ ചെയ്തില്ല കയറ്റാനായിട്ട്. വെയിറ്റ് കറക്റ്റാണ്, പക്ഷെ അത് അലോ ചെയ്തില്ല. എന്നിട്ട് അവർ പറഞ്ഞു ചെറിയ ബാഗ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മുടെ ബാഗ് ഡിസ്കാർഡ് ചെയ്യാൻ പറഞ്ഞു. ഡിസ്കാർഡ് ചെയ്യേ, നിങ്ങൾക്ക് പാട്ട പറയും, നിങ്ങളുടെ ബാഗ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഞാൻ പുതിയ ബാഗ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം പഴയ ബാഗ് നമ്മൾ ഓൾറെഡി കളഞ്ഞു പൊട്ടയിട്ട്. വർഷം അത് കഴിഞ്ഞ് ആദ്യമായിട്ട് എടുത്തിട്ട് അത് അവര് ഡിസ്കാർഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഒരു ചെറിയ 7 kg ബാഗിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 260 റംസ്, പിന്നെ 300 ഒരു ബാഗിന്റെ വില 260 റംസ്, 350 റംസിന്റെ ഒക്കെ ബാഗ്. അത് എയർപോർട്ടിലത്തെ കാരണം. അതും ബ്രാൻഡഡ് ഒന്നുമല്ല കേട്ടോ, സാധാ ഒരു ബാഗ്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു അനുഭവം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള ഫാമിലി ഉണ്ടല്ലോ, അവരുടെ ബാഗ് വരുന്ന ചെറിയ കാലിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ഹാൻഡ് ലഗേജിൽ. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഷൂവും ജാക്കറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കയ്യിൽ പിടിച്ചെടുക്കണത്. അതെ, 1-2 പിന്നെ നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അവരുടെ കയ്യിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ബാഗിന്റെ ഉള്ളിൽ കുത്തി കയറ്റി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷൂ ഒക്കെ അവരുടെ ബാഗിൽ കുത്തി കയറ്റി, നമുക്ക് അവിടെ ഇടാനുള്ള ഷൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. പിന്നെ നമ്മുടെ ബാഗ് എന്ന് പറയുന്നത് കളയാൻ തോന്നാത്തതുകൊണ്ട് നമ്മൾ വഴിയിൽ വെച്ചിട്ട്, വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ, എൻട്രൻസിൻ്റെ അവിടെ നമ്മളൊരു കുറേ സ്ഥലത്ത് ചോദിച്ചു. മറ്റേ എത്തിസലാത്തിൻ്റെ ഓഫീസിൽ ചോദിച്ചു, ഇവിടെ മറ്റേ നമ്മളതിന് സമ്മതിക്കില്ല കേട്ടോ. നമ്മൾ ബാഗ് എടുക്കുമോ, നമുക്ക് അവർക്കൊക്കെ പേടിയായിരിക്കും, ഉള്ളിൽ പേടിയായിരിക്കും. എന്ത് തട്ടിപ്പും കാര്യങ്ങളും നടക്കണ കാരണം ഉള്ളിൽ പേടിയായിരിക്കും. അതുകൊണ്ട് അവർ സമ്മതിച്ചില്ല, ആരും സമ്മതിച്ചില്ല. എന്നിട്ട് അവസാനം ഒരു മലയാളിയോട് ചോദിച്ചു. ആള് പുതിയതായിട്ട് ഇവിടെ വന്നതാണ്, ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള UAE തന്നെ. അപ്പോൾ ഇവിടെ വന്ന ആളിപ്പോൾ ആളുടെ
വാട്സപ്പ് നമ്പർ വാങ്ങി നാട്ടിലത്തെ. ഇവിടെ ആളെ സിം എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. ആളിങ്ങനെ നിൽക്കുക. ആളുടെ ആരോ കൊണ്ടുവരാൻ വരുന്ന പണ്ട് ആളവിടെ നിൽക്കുക. ആളും ടെൻഷൻ അടിച്ചിരിക്കുക. അതിനിടെ കൂടെ ഞാൻ ഇല്ല, ആള് ഫസ്റ്റ് ടൈം വന്ന. അപ്പോൾ ആളോട് ചോദിച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ആൾ ഫസ്റ്റ് ടൈം ആയ കാരണമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത്. അല്ലെങ്കിൽ ഇവിടുത്തെ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ യാത്ര ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ ഒരാളും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഞാനും അതിപ്പോൾ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാഗ് കിട്ടുന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എടുക്കണമെങ്കിൽ ആൾ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആൾക്ക് കൊടുത്തത്. കാരണം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കും, കിട്ടുകയാണെങ്കിൽ പോയി വാങ്ങില്ല. എന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വിടും. കാരണം അത് വേസ്റ്റ് ചെയ്ത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഉപയോഗിക്കാണ്ട് ഇട്ടിട്ട് ഒരു ഉപകാരമില്ലാണ്ട് കിടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കത് കൊടുത്തിട്ട് പോകും. നേരത്തെ ഇറങ്ങിയത് ഇവിടെ ലോഞ്ചൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു. വാഷ്റൂമിൽ കയറി നേരെ കയറാൻ പോവാ ഫ്ലൈറ്റ്. സമയത്ത് അറിയോ 8:40 നമ്മുടെ ഫ്ലൈറ്റ് 9 മണിയായി. ഇതുവരെ നമ്മൾ ആ സോണിലേക്ക് എത്തിയിട്ടില്ല. സോൺ സിയിലേക്ക് എത്തണം. നമ്മൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഇനി നമുക്ക് നോക്കാം. അങ്ങനെ ഒരു യാത്ര തുടക്കത്തിലെ ഒരു പ്രശ്നം അല്ലേ? തനു ആണല്ലോ നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. തനു എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ ഗ്യാപ്പിൽ ഞാൻ തനുവിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിള്ളേരെ സെറ്റ് ചെയ്തു. ഇവര് ബാഗ് കൊടുക്കാൻ പോയ സമയത്ത് തോമച്ച വാഷ്റൂമില ഇല്ല തോമച്ചൻ അവിടെ നിൽക്കുന്നുണ്ട്. ഷാലുചാണ്ട് കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ മതി. അതെ. അങ്ങനെ അവരുടെ പെട്ടിയിൽ കുറച്ച് പെട്ടി കാലിയായ കാരണം അവരുടെ പെട്ടിയിൽ കുറച്ച് കയറ്റി. നിങ്ങളുടെ പെട്ടി കാലി ചെയ്ത് നന്നായി. എന്തായാലും വല്ലാത്തൊരവസ്ഥയായിരിക്കും. ഞങ്ങള് ഭയങ്കര അറേഞ്ച്മെന്റിലേക്ക് വന്നത്. ഇതെടുക്കണം, ബോർഡിംഗ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ലോഞ്ചിൽ പോയി വിശ്രമിക്കണം, കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു. ഫുള്ളായിട്ട് കയറാന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ലോഞ്ചും ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞത് നമുക്ക് തിരിച്ചു വരുമ്പോ നമുക്ക് അതിന് ക്ഷീണം എടുക്കാം. ലോഞ്ച് കയറി മുട്ടിപ്പിക്കാം. അതെ. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു വസ്ത്രാഭിഷേകമായിരുന്നു. കംപ്ലീറ്റ് ബെൽറ്റ് സാധനങ്ങൾ എല്ലാം അഴിച്ച് പറിച്ചിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഫോൺ കാണാനില്ല എന്നും പറഞ്ഞിട്ട് കിടന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ, അത് വേറെ കാര്യം. ഫോണ് ഞാൻ ചെക്കിങ്ങിന് സമയത്ത് ഊരി വെച്ചു. അത് ബാഗിലിട്ടത് ആ സെക്യൂരിറ്റി തന്നെ ബാഗിലേക്ക് വെച്ചത് ഞാൻ കണ്ടില്ല. അപ്പോൾ കാരണം പുറത്തിരിക്കുക വീഴണമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ ആ ബാഗ് ചെക്കിങ് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് ഫോൺ കാണാമല്ലോ. എന്നിട്ട് അത് നോക്കിയ സമയത്ത് ആ സെക്യൂരിറ്റി പറഞ്ഞതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തപ്പിയപ്പോൾ ആ സാധനം കിട്ടി. വള വരെ ഊരിപ്പിച്ച് വെച്ചു. ഒരു വള കഴിച്ച ഊരാൻ കിട്ടില്ല. അപ്പൊ അത് കുഴപ്പമില്ല. വള പിന്നെ ഇങ്ങനെ നോക്കാം, മാല സ്ലൈഡ്. നമുക്ക് പിന്നെ സ്വർണ്ണം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഞങ്ങൾക്ക് സ്വർണ്ണ അലർജിയാണ്. അങ്ങനെ കാര്യങ്ങള്. താമസ പ്ലെയിൻ കണ്ടോ? എവിടെയാ പ്ലെയിൻ? അതേപോലെ അതാണ് അതിന്റെ സന്തോഷം. അതേ ഓടി പോവാട്ടെ. അങ്ങനെ നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറാണ്. തനു കിടക്ക്. തനു ടാറ്റാ. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മളവിടെ ലാസ്റ്റ് കയറണേ. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ ലേറ്റായി. അപ്പുറത്ത് എത്തിഹാദ് ഇവിടെ എയർപോർട്ടിൽ നമ്മൾ കയറുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ സീറ്റ് സെറ്റായിട്ട് ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഓരോരുത്തർ സീറ്റ് സെറ്റാക്കണം. അമ്മയുടെ അടുത്തേ ഇരിക്കത്തുള്ളൂ. അത് കാരണമാണ് അവൾ കിടന്ന് ഈ ഓരോ ഇത് കാണിക്കുന്നത്, കുറുമ്പ് കാണിക്കുന്നത്. ഉണ്ടോ? ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരുന്നാലാണ് അവൾക്ക് യാത്ര സുഖകരമാവത്തുള്ളൂ. മലയാളം ഇച്ചിരി വീക്കാണ്. അല്ല, ഇതുവരെയായിട്ടും മമ്മേനെ പിരിയാത്ത തനു മമ്മേനെ സീറ്റ് ഫ്ലൈറ്റിൽ കയറിയപ്പോ പിരിഞ്ഞിരിക്കുന്നു. അതെ, ഈ കൈ വിടൂ തനു, മമ്മേനെ കൈ വിടൂ. ഫ്ലൈറ്റിൽ എങ്ങനെയാ? ബിഗ് ചോക്ലേറ്റാ? ഇഷ്ടായാ? കടിച്ചോ? ബിഗ് ചോക്ലേറ്റ് കിട്ടിയാ? സൂപ്പർ. ആൻഡ് വരില്ല, കുഴപ്പമില്ല, കഴിച്ചോട്ടാ. തോമച്ചൻ ചോക്ലേറ്റ് കഴിക്കുക ഇഷ്ടായാ?
ഹാൻഡ് തരില്ല, കഴിച്ചോട്ടാ. ഇത് ജാക്കറ്റുമ്പോൾ നാക്കരുത് കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. ഗൈസ്, കോംപ്ലിമെന്ററി ഫുഡ് കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യ. രാവിലെ കഴിച്ചിട്ട് ഇറങ്ങി, പക്ഷേ വിശക്കുന്നുണ്ട്. അത് പണ്ടേ ഫുഡ് കണ്ട അവൾക്ക് വിശപ്പത്തിരി കൂടുതലാ. അല്ല, നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കിട്ടും. തമാശ ഫുഡ് വേണ്ട എനിക്ക്? തമാശ ഫുഡ് വേണം? തനു ഉറങ്ങി. തമാശനപ്പളിക്കും ഇവിടുന്ന് ഒരു ഇങ്ങനെ നോക്കിയാൽ കാണിച്ചു കൊടുത്തേ വേണ്ട. ഇവിടെ അപ്പളിക്കും തനുവിൻ്റെ കമ്മലും ഉണ്ട്, അത് പൊട്ടി. തനുവിനെ കെട്ടിപ്പിടിച്ചതാണ്. അപ്പോൾ അത് തീരുമാനമായി. അപ്പോൾ നമ്മുടെ ഫുഡ് ട്രോളി എത്തി. തനുവിന് മാത്രം ബിസിനസ് ക്ലാസ് കിട്ടിയില്ലോടി. അല്ല, തനു സുഖസുന്ദരമായി കിടന്നുറങ്ങി. കൈകാര്യം ചെയ്യാൻ കിട്ടിയ സമയം. പിള്ളേരിനെ ഉറക്കി കിടത്തിയിട്ട് നീ എന്തൊരു അമ്മയാടി, നല്ല ബോളിങ്. എന്നിട്ട് അവർക്ക് ഞാൻ ഫുഡ് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. അവർക്ക് കഞ്ഞിയും പയറും, നിനക്ക് ചിക്കൻ ലോലിപ്പോപ്പ്. എന്നിട്ട് സംഭവം അത് ചിക്കനും സോത്തൊക്കെ അല്ല പാസ്ത. തനു അപ്പർ ബർത്തിലും തോമാച്ചൻ ലോവർ ബർത്തിലാണ് അവിടുത്തെ അവസ്ഥ. എല്ലാവരും ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാറില്ലേ, അതുപോലെ എല്ലാവരും ഇടുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇട്ടുകൂടാ? ഭാര്യയ്ക്ക് കോഫി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. സ്വന്തമായിട്ട് കുടിക്കുവാണോ? നീ വാങ്ങി കുടിച്ചോ. എങ്ങനെയുണ്ട് കോഫി? എന്താ സിപ്പ്? ഞാൻ ടീയാ വാങ്ങിയത്. താങ്ക് യു. പുറത്ത് നല്ല മഞ്ഞുമല. ആഹാ, എന്താ രസം. തനു ഉറങ്ങണ കാരണം മറ്റേ ഇവരൊക്കെ വന്നിട്ട് ഇത് ചെയ്യാട്ടോ, സീറ്റ് ബെൽറ്റ് കാര്യങ്ങളിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ടിപ്ലിസിയിലെത്തി. ഫ്ലൈറ്റ് ഇറങ്ങാണ്. ഒരു 10-15 മിനിറ്റുള്ള നമ്മൾ ലാൻഡ് ചെയ്യും. മച്ചാ ഐസിലേക്ക് പോകണ്ടേ? ഐസിൽ കളിക്കണ്ടേ? നിനക്ക് കളിക്കണ്ടേ ഐസിൽ? ഇഷ്ടായ? Cabin crew, take your seat for landing. പേടിച്ചാ? അങ്ങനെയായാ? പേടിയായാ? എങ്ങനെ പ്ലെയിൻ ഇറങ്ങിയ? എങ്ങനെ ഇറങ്ങിയ? സ്പീഡിൽ ഇറങ്ങിയില്ലേ? ഫ്ലൈറ്റ് ഇറങ്ങിയത് പിള്ളേര് ഭയങ്കര ഹാപ്പി ആട്ടാ. നമ്മുടെ പെട്ടിയുടെ കഥ എല്ലാവരും അറിഞ്ഞല്ലോ. ഇതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ബ്ലാങ്കറ്റും കയ്യിലിരിക്കണം അല്ലേ? ബ്ലാങ്കറ്റോ ജാക്കറ്റ്. ജാക്കറ്റ്. പക്ഷെ പുറത്ത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താ പറയാ, മറ്റേ
ആരാ പറഞ്ഞേ? ആരാ കപ്പിത്താനാണോ? നല്ല വെയിലാ. നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ മഞ്ഞുള്ള കുറേ സ്ഥലം കണ്ടു. ഇത് ഏതോ മരുഭൂമിയിൽ വന്നിറങ്ങി. അങ്ങനെ വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇവിടുത്തെ വിസ ഓൺ അറൈവൽ വിസയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞു. നമ്മൾ ബാഗേജ് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇത്രയും വലിയ എയർപോർട്ടല്ല, തൊട്ടപ്പുറത്ത്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത് നേരെ ഔട്ട് സൈഡാണ്. അപ്പുറത്ത് വണ്ടികളൊക്കെ പോകണതാണ് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ. വിസ അടിച്ച് കിട്ടിയാ? ആഹാ, ഇനി എൻ്റെ അടുത്ത് ചോദിച്ചു 5 ദിവസം. ആ, ഇനി നമുക്ക് പെട്ടി എടുക്കാം. ഒരു പെട്ടി കിട്ടി. അതെ, ഏറ്റവും വലിയ ബാഗ് എടുക്കാൻ പോകുന്നത്. ആ പിടിച്ചോ. ഓ ഓ കിട്ടിയില്ലേ? അപ്പോൾ പറ. കിട്ടി. കിട്ടിയില്ലേ? ആ, ഞാൻ ഇപ്പം എടുത്ത് കാണിച്ചാലോ. പുതിയ എയർപോർട്ടിലെ ജീവനക്കാരനാട്ടോ. ഇതാണോ എൻ്റെ പുതിയ പണി? വരുന്ന പെട്ടികൾ തള്ളിവിടാ. വേഗം തള്ളിവിട്. ആ, പർപ്പിൾ. യെസ്, ബ്രൗൺ. ബ്രൗൺ അല്ലടാ, ബ്ലാക്കാ. ബ്ലാക്ക് ബ്ലാക്ക്. ബ്രൗൺ ബ്രൗൺ ബ്രൗൺ. വാട്ട് ഈസ് ദിസ് കളർ? ബ്ലൂ. യെസ്. ആ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 സിം എടുത്തു കേട്ടോ. 2 സിം എടുത്തു. അൺലിമിറ്റഡ് ഡാറ്റയാണ് വരുന്നത്. അൺലിമിറ്റഡ് ഡാറ്റ. അപ്പോൾ നമുക്ക് ഈ സിമ്മിന്ന് സെൽഫി ആണ് സിമ്മിൻ്റെ ഇതിൻ്റെ കണക്ഷൻ വേണം കേട്ടോ, സെൽഫി. അപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് കടന്നോട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് എയർപോർട്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ഒരുത്തനുണ്ടായിരുന്നു ഇവിടെ. അവനാണെങ്കിൽ അവൻ ഇവിടെ പഠിക്കുന്ന കേട്ടോ, മെഡിസിന് പഠിക്കുന്ന ചെക്കനാണ്. അപ്പം തണുക്കണ്ട. അതാ ഇത് ഇവിടെ ഫുൾ ഡെക്കറേഷൻ കേട്ടോ. അതിപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ പ്രമാണിച്ചിട്ടാണെന്ന് അറിയില്ല. നല്ല അടിപൊളി. ആ ഫ്രണ്ടിൽ പോകണം കേട്ടോ നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത്. ഗൈഡാണോ അത് ഇനിയിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അവരാണ് പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. വേണ്ട, എയർപോർട്ട് ആകെ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. ഈ കാണുന്നത് തന്നെയുള്ള എയർപോർട്ട്. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. 7 സീറ്റർ വണ്ടി എന്നാണ് പറഞ്ഞത്. ഇത് ഏതാണ്ട് ഒമിനി പോലെ ഉണ്ട് കണ്ടിട്ട്. അതെ, ലഗേജ് ഇവിടെ നമുക്ക് കയറ്റാം. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് മറ്റേ ഒമിനി അല്ല, ഒമിനിയേക്കാളും ഒരു ചെറിയ കൂടി വലിയ വണ്ടി കുറച്ചുകൂടി. അപ്പം ഇത് ഹോണ്ടയുടെ വണ്ടി, 7 സീറ്റർ വണ്ടി. ഇതായിരിക്കും നമ്മുടെ ട്രാവലിന് അവർ വിട്ട് തന്നിട്ടുള്ള വണ്ടി കേട്ടോ. ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് കേട്ടോ നമുക്ക് 7 സീറ്ററായിട്ട് കിട്ടിയിട്ടുള്ളത്. സ്പാഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി, സ്പാഡ. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടി നമുക്ക് 7 സീറ്റർ അവർ കിട്ടുന്നുണ്ട്. നമുക്കപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് എത്തി കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവരവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളിങ്ങനെ കുറച്ച് നടക്കണം എന്ന് അവൻ പറഞ്ഞു. കാരണം ഫുഡ് കഴിക്കുന്നിടത്ത് പാർക്കിങ് കുറവാണ്, ബുദ്ധിമുട്ട് കിട്ടാനെന്ന് പറഞ്ഞ കാരണം നമ്മൾ കുറച്ച് മാറി പാർക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ സൈഡിലൊക്കെ ക്യാരിഫോർ നമ്മുടെ നാട്ടിൽ ഇത് ക്യാരിഫോർ കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് അവിടെ പോകണം. നമ്മൾ ജോർജിയയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടാ. വെയിലടിക്കുന്ന കാണുമ്പോ വിചാരിക്കും ജോർജിയക്ക് തന്നെയാണ് ഇവര് വെയിൽ കൊള്ളാൻ പോയേക്കണേന്ന്. അല്ല, വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഊട്ടിയിലത്തെ സെറ്റപ്പാ. പക്ഷെ ഊട്ടിയിലത്തെ അല്ല കേട്ടോ, 28 ഡിഗ്രി 8 ഡിഗ്രി കേട്ടോ കാണിക്കുന്നത്. 8 വൈകിട്ടാകുമ്പോൾ അത് 1 അല്ലെങ്കിൽ മൈനസ് എന്നൊക്കെ പറഞ്ഞു. രാത്രി മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോൾ മൈനസിലേക്ക് പോകും. ഒരു 8 മണി 9 മണിയാകുമ്പോൾ 1 2 എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോവാ. പിള്ളേർക്കൊക്കെ ഭയങ്കര വിശപ്പ്. ഞാനവിടെ ഒരു ഷവർമ കാണുന്നുണ്ട്. നമുക്ക് വന്ന ഉടനെ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാം. പിന്നെ ജോർദൻ അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് നാളെ പിടിക്കാം. നമുക്കൊരു ഗൈഡ് ഉണ്ട്, അവനെ കാണിക്കണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അതെ, ഗൈഡിനെ കാണിക്കണ. അവനെ ഇവിടെ പഠിക്കുന്ന ചെക്കനാ, മെഡിസിന് MBBS ഇവിടെ പഠിക്കുന്ന 5th ഇയർ ആണ്. അപ്പോൾ അവൻ പറഞ്ഞത് അവന് വീട്ടിൽ ഇതുപോലെ ഗൈഡായിട്ട് പോകുന്നത് അവന് അറിയില്ല, വീട്ടുകാർക്ക് അറിയില്ല, പാർട്ട് ടൈമാണ്. അപ്പോൾ അതുപോലെ അവൻ പറഞ്ഞു മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞു. അവൻ ഫ്രണ്ടിൽ പോകണ്ടോ ഒക്കെ. അപ്പോൾ അവൻ പറഞ്ഞു നാളെ നമുക്ക് ജോർജിയ ഫുഡൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞത്.
ഓക്കെ, അപ്പം ഇതിപ്പോൾ ഇവിടെ ടിബ്ലിസി സിറ്റി ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയിലെ ഒരു കടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഓക്കെ, ഇവിടുത്തെ സർവീസ് ബസ്സാണ്, പച്ച കളറുള്ള ബസ്സാണ് ഇവിടെ ഒക്കെ ഉള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതൊരു സുഷിയിലേക്ക് കയറാം. അങ്ങനെ സ്ഥലം കണ്ടെത്തിയ ഫുഡ് കഴിക്കാൻ അന്നിരുന്നു എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ വന്നു. കാരണം കുറേ ടൈമായി, ലേറ്റ് ആയി. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.